ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. RRB ആവർത്തിച്ച കെമിസ്ട്രിയുടെ 250 ചോദ്യങ്ങൾ എന്ന് പറയുന്ന സീരീസിൽ നിന്നും നമ്മൾ ആദ്യത്തെ 3 ക്ലാസ്സുകൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഒരു ക്ലാസ്സിൽ 50 ചോദ്യങ്ങൾ വെച്ച് 150 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള 150 മുതൽ 200 വരെയുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 3 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കാണാനുള്ള ലിങ്ക് ഞാനിവിടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് തന്നെ ഈ ഓൾറെഡി ചെയ്ത 3 ക്ലാസ്സുകളും ഇനി ചെയ്യാൻ പോകുന്ന ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതുകൂടി കാണാം. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. 151ാമത്തെ ചോദ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഇട്ട് തന്നൊരു പണിയായിരുന്നു ഈ ചോദ്യം എന്ന് പറയുന്നത്. ജർമ്മൻ സിൽവർ എന്ന് പറയുന്ന അലോയ്ക്കകത്ത് ഏതാണ് ഇല്ലാത്ത മെറ്റൽ എന്ന് പറഞ്ഞൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഞാൻ അവിടെ നിങ്ങൾക്ക് തന്നൊരു പണിയായിരുന്നു, ജർമ്മൻ സിൽവർ എന്ന് പറയുന്ന അലോയ്ക്കകത്ത് ഏതൊക്കെ മെറ്റലുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പലരും കമൻറ്റ് സെക്ഷനിൽ ആൻസർ ഇട്ടിരുന്നു, സന്തോഷം. ജർമ്മൻ സിൽവർ എന്ന് പറയുന്ന അലോയ്ക്കകത്ത് ഏതൊക്കെയാണുള്ളത്? നിങ്ങൾ പറഞ്ഞതുപോലെ കോപ്പറും സിങ്കും നിക്കലും മാത്രമേ എന്തിനകത്തുള്ളൂ, ജർമ്മൻ സിൽവറിനകത്തുള്ളൂ. ഏതില്ല? നമ്മുടെ സിൽവർ എന്ന് പറയുന്ന AG എന്ന് പറയുന്ന അർജൻറ്റൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഏതില്ല, സിൽവർ അതിനകത്തില്ല. ഏതൊക്കെയാണുള്ളത്? കോപ്പറും സിങ്കും നിക്കലുമാണ് ജർമ്മൻ സിൽവറിനകത്തുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഗ്ലൂക്കോസ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ യൂസിങ് ദ സൊല്യൂഷൻ. ഒരു വസ്തുവിനകത്ത് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടോ, അംശമുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഏതാണ്? ബെനഡിക്റ്റ് ക്ലോറൈഡ് സൊല്യൂഷൻ. അത്ര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ചോദ്യം പോലും ഞാനായിട്ട് ഉണ്ടാക്കിയതില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഗ്ലൂക്കോസ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബെനഡിക്റ്റ് ക്ലോറൈഡ് സൊല്യൂഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 153ാമത്തെ ചോദ്യം. വാക്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കാൻഡിൽ ഈസ് കെമിക്കലി എ മിക്സ്ചർ ഓഫ്. മെഴുകുതിരി, നമ്മൾ മെഴുകുതിരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഴുക് കെമിക്കലി എന്ത് മിക്സ്ചർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾ പറയും. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, മെഴുകെന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ. ആരോമാറ്റിക് അല്ലേ, ആരോമാറ്റിക് നമ്മൾ ബെൻസീൻ്റെ റിങ്ങും കാര്യങ്ങളും എല്ലാം ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് വാക്സ് എന്ന് പറയുന്നത് കാൻഡിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ വാക്സ് എന്ന് പറയുന്നത്, നമ്മുടെ മെഴുകെന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ. 154ാമത്തെ ചോദ്യം. പെട്രോളിയം കൺസിസ്റ്റ് ഓഫ് എ മിക്സ്ചർ ഓഫ്. പെട്രോളിയം എന്ന് പറയുന്നത് എന്തിൻ്റെ മിക്സ്ചറാന്നുള്ളതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പെട്രോളിയം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോ കാർബൺസിൻ്റെ മിക്സ്ചറാണ്. ഈ 153ഉം 154ഉം ഇങ്ങനെ ജനറൽ ആയിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഐഡിയ കിട്ടണമെന്നില്ല, പക്ഷേ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. പെട്രോളിയം കൺസിസ്റ്റ് എ മിക്സ്ചർ ഓഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര വലിയ വ്യാപകമായിട്ടൊക്കെ ആലോചിക്കും. അത്രയും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് കിട്ടും? ഹൈഡ്രോ കാർബൺ എന്നുള്ളത് കിട്ടും. 155ാമത്തെ ചോദ്യം. തയോക്കോൾ ഈസ് എ ഡാഷ്. തയോക്കോൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചപ്പം സിന്തറ്റിക് റബ്ബറിന് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റബ്ബറിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു എന്ന് പറയുന്നത് തയോക്കോൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഓപ്ഷനിലുണ്ടായിരുന്നത്. തയോക്കോൾ ഈസ് എ സിന്തറ്റിക് റബ്ബർ, അല്ലെങ്കിൽ കൃത്രിമമായി നമ്മൾ നിർമ്മിക്കുന്ന റബ്ബറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തയോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാലോ. ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും നിക്കലിൻ്റെയും ഒരു അലോയിയാണ്. ഗ്ലൂക്കോസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ബെനഡിക്റ്റ് ക്ലോറൈഡ് സൊല്യൂഷനാണ്. മെഴുകുതിരികളിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെഴുകെന്ന് പറയുന്നത് ഒരു ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണിൻ്റെ ഉദാഹരണമാണ്. പെട്രോളിയം എന്ന് പറയുന്നത് ബേസിക്കലി ഹൈഡ്രോ കാർബൺസ് ആണ്. തയോക്കോൾ എന്ന് പറയുന്നത് എന്താണ്? സിന്തറ്റിക് റബ്ബർ അഥവാ ആർട്ടിഫിഷ്യൽ റബ്ബർ ആണ്. 5 ചോദ്യങ്ങളും പ്രധാനപ്പെട്ട വസ്തുതകളും പഠിച്ചില്ലേ. അടുത്ത സെറ്റിലേക്ക് പോകാലോ. 155ാമത്തെ ചോദ്യം വീണ്ടും. ഓക്കെ, 155 നമ്മൾ സംസാരിച്ചാണ്. ഒന്നുകൂടി ഇരിക്കട്ടെ, ഒരു ബോണസ് ആയിട്ട് ചോദ്യം ഇരുന്നോട്ടെ. ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു ചോദ്യം ഇടയിൽ എവിടെയോ വിട്ടുപോയി, നമ്പർ മിസ്സായി ആരോ പറയുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് കോമ്പൻസേഷൻ ആയിട്ട് ഇരുന്നോട്ടെ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എന്തായാലും ഇരുന്നോട്ടെ. ഒരു ചോദ്യം എക്സ്ട്രാ നമുക്ക് പഠിക്കാം. അപ്പോൾ 50 അല്ല 51 ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്. 155ാമത്തെ ചോദ്യം. വിച്ച് ഈസ് അബണ്ടന്റ് ഇൻ ഗോബർ ഗ്യാസ്. ഗോബർ ഗ്യാസിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്, അല്ലെങ്കിൽ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഏതാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഏതാണ്? മീഥെയ്ൻ, മെത്തേൻ അല്ലെങ്കിൽ മീഥെയ്ൻ എന്നൊക്കെ പറയുന്നതാണ് ഏതിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവൻ്റ്. അങ്ങനെയും ചോദിക്കാറുണ്ട്. ഏതാണ്? മീഥെയ്ൻ ആണ് ഗോബർ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം. 156ാമത്തെ ചോദ്യം. ദ അഡ്വാൻറ്റേജ് ഓഫ് ഡിറ്റർജൻസ് ഓവർ സോപ്പ് ഈസ്. സോപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിറ്റർജൻറ്റ് പൗഡറുകളുടെ ഡിറ്റർജൻറ്റ്
സൊല്യൂഷൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിറ്റർജൻസ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കിനകത്ത് നമ്മൾ സംസാരിച്ച കാര്യമാണ്. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിറ്റർജൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈവൺ ഇഫ് ഇറ്റ്സ് ഹാർഡ് വാട്ടർ ഡിറ്റർജൻറ്റ് എന്ത് ഫോം ചെയ്യും? ലാദർ ഫോം ചെയ്യും ആൻഡ് ക്ലീനിങ് വിൽ ബി മോർ ഈസി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് ഗീവ്സ് ലാദർ ഈവൺ വിത്ത് ഹാർഡ് വാട്ടർ. ലാദർ എന്ന് വെച്ചാൽ എന്താ? സോപ്പിൻ്റെ പദം അല്ലേ? ഹാർഡ് വാട്ടറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞാണ്. ഡിറ്റർജൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതും പറഞ്ഞിരുന്നു. ഡിറ്റർജൻറ്റ് എന്ത് തരും? ഈവൺ ഹാർഡ് വാട്ടർ ആണെങ്കിൽ പോലും എന്ത് ചെയ്യും? അത് വെള്ളത്തിൽ പദം രൂപീകരിക്കുകയും അഴുക്കുകൾ നീക്കാനായിട്ട്, വസ്ത്രങ്ങൾ അലക്കാനും അതുപോലെ ബാക്കി വസ്തുക്കൾ ക്ലീൻ ചെയ്യാനും ഈസി ആക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞതാണ്. സോ ഇറ്റ് ഗീവ്സ് ലാദർ ഈവൺ വിത്ത് ഹാർഡ് വാട്ടർ. അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിറ്റർജൻറ്റുകൾക്ക് സോപ്പുകളെക്കാളുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഫീച്ചർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫാക്ടർ എന്ന് പറയുന്നത് ഹാർഡ് വാട്ടറിൽ എന്ത് ഫോം ചെയ്യാൻ പറ്റും? ഈ ഡിറ്റർജൻറ്റിന് പദ ഫോം ചെയ്യാൻ, ലാദർ ഫോം ചെയ്യാൻ പറ്റും. 157ാമത്തെ ചോദ്യം, ഇലക്ട്രിക് ബൾബ്സ് ആർ ഫിൽഡ് വിത്ത്. ഒരു ഇനേർട്ട് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള ആർഗണെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ബൾബുകളിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. 158ാമത്തെ ചോദ്യം, എഗെയിൻ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സിമെന്റ് ഈസ് യൂഷ്വലി എ മിക്സ്ചർ ഓഫ് കാൽഷ്യം സിലിക്കേറ്റ്സ് ആൻഡ് കാൽഷ്യം അലുമിനേറ്റ്സ് ഓഫ് കാൽഷ്യം, സിലിക്കേറ്റ്സ് ആൻഡ് അലുമിനേറ്റ്സ് ഓഫ് കാൽഷ്യം എന്നാണ് അവിടെ നമ്മൾ പഠിച്ചത് അല്ലേ? സിമെന്റ് എന്ന് പറയുന്നത് എന്താ? സിലിക്കേറ്റ്സ് ആൻഡ് അലുമിനേറ്റ്സ് ഓഫ് കാൽഷ്യം ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. 159ാമത്തെ ചോദ്യം, ദ അറ്റ്മോസ്ഫെറിക് ഗ്യാസ് ദാറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് ഏറ്റവും കാരണക്കാരനായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഏതെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. വാട്ടർ വേപ്പർ ഉണ്ട് അല്ല, നീരാവി അതിന് വൺ ഓഫ് ദി സെക്കൻഡ് മോസ്റ്റ് ഗ്യാസുകളിൽ ഒന്നാണ്. വേറെയും ഗ്യാസുകളുണ്ട്. നിങ്ങൾക്കറിയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. 160ാമത്തെ ചോദ്യം, ദ ഗ്യാസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് വനസ്പതി ഗീ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ആക്ച്വലി സംസാരിച്ചതാണ് ഹൈഡ്രജനേഷൻ ഓഫ് വനസ്പതി അല്ലേ? അപ്പോൾ ഗ്യാസ് ഏതായിരിക്കണം? ഹൈഡ്രജൻ തന്നെയായിരിക്കണം. ഇതിലിപ്പോൾ പല ചോദ്യങ്ങളും നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും, വേർഡിങ്സിൽ മാറ്റം ഉണ്ടാവും, ചിലപ്പോൾ അത് എക്സാക്ട്ലി സെയിം ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ വർഷക്കണക്കനുസരിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് SSC, RRB, PSC പോലുള്ള പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെഫർ ചെയ്ത് പോകുന്നത്. ഇത് എല്ലാ പരീക്ഷകൾക്കും ഉപയോഗപ്രദമാണ് കേട്ടോ. നമ്മൾ RRB എന്ന് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും ഇത് RRBക്കും SSCക്കും PSCക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, ഒരുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ പോകുന്ന വഴിക്ക് റിപ്പീറ്റ് ചെയ്തേക്കാം. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ 250 നിർത്തില്ല. ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ബയോളജിയുടെ ചലഞ്ച് ഓർമ്മയുള്ളവർക്കറിയാം, അതേ ഒരു ചലഞ്ച് നിങ്ങൾക്ക് മുന്നോട്ട് തന്ന് നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ ക്ലാസ്സുകൾ പോകും. അതായത് അതുകൊണ്ട് ഞാൻ 250 എണ്ണം തികയ്ക്കാനായിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യം തന്നെ ഇവിടെയും പറയുകയാണെന്ന് ദയവേത് നിങ്ങൾ വിചാരിക്കരുത്. ഇത് നമ്മളിങ്ങനെ റെഫർ ചെയ്ത് പോകുമ്പോൾ ഞാൻ തട്ടാതിരിക്കുന്നതാണ്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും വർഷങ്ങളിൽ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ തവണ ചോദിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ ഓൾറെഡി ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഒന്നിൽ കൂടുതൽ തവണ കേട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഓർമ്മ നിൽക്കും എന്നുള്ളതുള്ള കാരണങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാനത് വീണ്ടും ഇടുന്നത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. എന്നിരിക്കൽ കൂടി ഒരുപക്ഷെ നിങ്ങളിത് ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യമായി കേട്ടവരാണെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? ഓർമ്മ നിൽക്കുന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാനിത് രണ്ടാമത് വീണ്ടും ഇടുന്നത്. അപ്പോൾ ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. 6 ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഗോബർ ഗ്യാസിൽ അടങ്ങിയിട്ടുള്ള മെയിൻ കോൺസ്റ്റന്റ് മീഥേനാണ്. ഡിറ്റർജൻറ്റുകൾ സോപ്പുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹാർഡ് വാട്ടറുമായിട്ട് അവർ ലാദർ തരുമെന്നുള്ളതാണ്. ഇലക്ട്രിക് ബൾബുകളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന വാതകം ആർഗണാണ്. സിമെന്റ് എന്ന് പറയുന്നത് സിലിക്കേറ്റ്സ് ആൻഡ് അലുമിനേറ്റ്സ് ഓഫ് കാൽഷ്യം ആണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ബാക്കിയുള്ളത് നിങ്ങൾ എനിക്ക് കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരും. വനസ്പതി ഗീയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ 11 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത സെറ്റ് 161ാമത്തെ ചോദ്യം, ദ റിസോഴ്സസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് കണ്ടിന്യൂസ്ലി ഇയർ ആഫ്റ്റർ ഇയർ ആർ കാൾഡ്. എക്സാക്ട്ലി സെയിം ഡെഫിനിഷൻ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് തന്നതാണ്. റിന്യൂവബിൾ റിസോഴ്സസ് അല്ലേ, നമ്മൾ പഠിച്ചതാണ് കെമിസ്ട്രിയിൽ. റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. എത്ര ഉപയോഗിച്ചാലും തീരാത്ത, സണ്ണ് പോലോത്ത, വിൻഡ് പോലോത്ത, വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ആ ഒരു എനർജിയെയാണ്, ആ തരത്തിലുള്ള റിസോഴ്സുകളെയാണ്, സ്രോതസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. 162ാമത്തെ ചോദ്യം, കെമിക്കൽ നെയിം ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഈസ്. ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ നെയിം എന്താണ്? കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ്. ക്ലോറൈഡ് അല്ല, ക്ലോറൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. 163ാമത്തെ ചോദ്യം, ദ ഗ്യാസ് ദാറ്റ് യൂഷ്വലി കോസസ് എക്സ്പ്ലോഷൻസ് ഇൻ കോൾ മൈൻസ്. കൽക്കരി ഖനികളിൽ സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന ആ വാതകം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കൽക്കരി ഖനികളിൽ, മനികളിലല്ല, മൈനും കൂടി കയറി വന്നത്, കൽക്കരി ഖനികളിൽ സ്ഫോടനത്തിന് കാരണമാകുന്ന ഗ്യാസ് ഏതാണ്? മീഥെയിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗോബർ ഗ്യാസിലേക്ക് മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള മീഥെയിൻ തന്നെയാണ് ഏതായിട്ട് വരുന്നത്? കൽക്കരി ഖനികളിൽ സ്ഫോടനം ഉണ്ടാക്കുന്നത്.
എ പവർഫുൾ ഐ റിട്ടേൺ പ്രസൻറ്റ് ഇൻ സ്മോഗ്. സ്മോഗ് എന്ന് വെച്ചാൽ എന്താ? സ്മോക്കും ഫോഗും കൂടി ചേർന്ന് പൊള്യൂഷനിൽ നമ്മൾ പഠിച്ചൊരു ടോപ്പിക് ആയിരുന്നു അല്ലേ? അവിടെ തന്നെ നമ്മൾ പറഞ്ഞാണ് കണ്ണിനെല്ലാം ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പവർഫുൾ ഐ ഇറിറ്റൻ്റ് സ്മോഗിലുണ്ടാവും. അത് പലർക്കും റെസ്പിറേറ്ററി ഇഷ്യൂസും അതുപോലെ തന്നെ കണ്ണിന് പല ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു പറഞ്ഞു. ഏതാണെന്ന് കത്തിയോ? പാൻ അല്ലേ? പാൻ കാർഡിലെ പാൻ അല്ല. എന്താണ് ഈ പാനിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഞാൻ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. പാൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വെരി എന്താ പറയുക ഇറിറ്റേറ്റിംഗ് പൊള്യൂട്ടൻ്റ്. ഇറിറ്റേറ്റിംഗ് പൊള്യൂട്ടൻ്റ് ആണ്. ഐക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ലങ്സിന് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പാൻ എന്ന് പറയുന്നത് ഏതാണ്? പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആണ്. അതുപോലെ 165ാമത്തെ ചോദ്യം, ദ അലോയ് ഹാവിംഗ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഈസ്. ഇലക്ട്രോണിക് ഹീറ്റർ പോലത്തുള്ള ഹീറ്റിംഗ് കോയിൽ പോലത്തെ അയൺ ബോക്സ് പോലത്തെ സംഭവങ്ങളിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്, ഈ അലോയ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മറ്റൊരു പേരിലാണ്. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള അലോയ് ഏതാണ്? നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അലോയ് ആയിട്ടുള്ള നിക്രോം ആണ് എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ വീണ്ടും 5 പഠിച്ചില്ലേ? നമുക്കൊന്നുകൂടി നോക്കാം. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന, എത്ര ഉപയോഗിച്ചാലും തീരാത്ത റിസോഴ്സസിനെ, ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നു. ബ്ലീച്ചിങ് പൗഡറിനെ കെമിക്കലി കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്നു. കൽക്കരി ഖനികളിൽ സ്ഫോടനത്തിന് കാരണമാകുന്ന ആ വാതകം മീഥേൻ ആകുന്നു. സ്മോഗിൽ അടങ്ങിയിട്ടുള്ള, സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള സ്മോഗിൽ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐ ഇറിറ്റൻ, കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽ പാൻ അല്ലെങ്കിൽ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആവുന്നു. പാനും ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്, ഓർത്തിരിക്കുക. ഏറ്റവും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള അലോയ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നിക്രോം ആവുന്നു എന്നും ഓർത്തിരിക്കുക. 15 ചോദ്യങ്ങൾ പഠിച്ച് അടുത്ത സെറ്റ്. ദ മെറ്റൽ യൂസ്ഡ് ഇൻ അറ്റോമിക് ക്ലോക്ക് ഈസ്. അറ്റോമിക് ക്ലോക്കുകളിൽ ഹൈ പ്രിസിഷൻ ടൈമിന് ആവശ്യമുള്ള ക്ലോക്ക് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് അറ്റോമിക് ക്ലോക്കുകൾ. ഇത്തരത്തിലുള്ള അറ്റോമിക് ക്ലോക്കുകളിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ ആണ് ഏതെന്ന് പറയുന്നത്? സീസിയം എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. സീസിയം, അറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന മെറ്റൽ സീസിയം. മോസ്റ്റ് അബണ്ടന്റ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ആണ് എന്ന് പറയുന്നത് പ്രോട്ടിയം എന്ന് പറയുന്നത്. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളുണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, 1H1, 1H2 ആൻഡ് ഫൈനലി 1H3 അഥവാ ട്രിഷ്യം. ഈ ട്രിഷ്യം എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യം ചെയ്തിരുന്നു. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഏതാണെന്നുള്ളതെല്ലാം അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഇത് മൂന്നും എന്താണ്? ഹൈഡ്രജന്റെ പ്രധാനപ്പെട്ട ഐസോട്ടോപ്പുകളാണ്. അതിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന ഏതാണ്? പ്രോട്ടിയം ആണ്. 168ാമത്തെ ചോദ്യം, വിൻ ഗ്ലാസസ് ഓഫ് വെഹിക്കിൾസ് ആർ മെയ്ഡ് ബൈ. അഗെയിൻ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് ആണ്. വെഹിക്കിൾസിന്റെ വിൻ ഗ്ലാസസ് ഉണ്ടാക്കുന്ന ഏതുകൊണ്ടാണ്? സേഫ്റ്റി ഗ്ലാസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിൻ ഗ്ലാസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 169ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഫ്യൂവൽസ് ഗിവൺ ഹാസ് ദ ഹയസ്റ്റ് കാലോറിഫിക് വാല്യൂ. തന്നിരിക്കുന്ന ഫ്യൂവലുകളിൽ നിന്നല്ല ഏറ്റവും ഹയസ്റ്റ് കാലോറിഫിക് വാല്യൂ ഉള്ള ആ ഫ്യൂവൽ ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. ബട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അതിന് ഹൈഡ്രജൻ ഉപയോഗിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലോസീവ് നേച്ചർ കൊണ്ടാണ് എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ? ഹയസ്റ്റ് കാലോറിഫിക് വാല്യൂ ഉള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്യൂവലായിട്ട് അറിയപ്പെടുന്ന ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ എന്ന് വിളിക്കുന്ന എല്ലാം ആര് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. ബട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എക്സ്പ്ലോസീവ് നേച്ചർ നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈഡ്രജൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങ് മെരുക്കിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളത് അത്ര അങ്ങ് കണ്ട് ഉപയോഗിക്കാത്തത്. എങ്കിലും ഇപ്പോൾ നമ്മൾ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. 170ാമത്തെ ചോദ്യം, വിച്ച് ഗ്ലാസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലെൻസസ് ആൻഡ് പ്രിസംസ്. ലെൻസും പ്രിസംസും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ അങ്ങ് നമ്മൾ പറഞ്ഞതാണ്. ലെൻസിൻ്റെയും പ്രിസംസിൻ്റെയും നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിൻറ്റ് ഗ്ലാസ് ആണെന്ന് ഓർത്തിരിക്കുക. ആ ഒരു ടേബിൾ അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസസും ഓരോന്നിനും ഉപയോഗിക്കുന്ന പർപ്പസസും എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാലോ, പെട്ടെന്ന് റിവൈസ് ചെയ്യാലോ. അറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന മെറ്റൽ സീസിയം. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ പ്രോട്ടിയം. വിൻ ഗ്ലാസ് ഉണ്ടാക്കുന്നത് സേഫ്റ്റി ഗ്ലാസ് വെച്ചിട്ട്. ഹയസ്റ്റ് കാലോറിഫിക് വാല്യൂ ഉള്ള ഫ്യൂൽ എന്ന് പറയുന്ന ഹൈഡ്രജൻ, ഫ്യൂൽ ഓഫ് ഫ്യൂച്ചറും ഹൈഡ്രജൻ. ലെൻസും പ്രിസംസും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ്. പഠിച്ചേ, 20 പഠിച്ചേ, ഒരെണ്ണം ബോണസും പഠിച്ചേ. അടുത്ത സെറ്റ്, ദ സയന്റിസ്റ്റ് ഹു അറേഞ്ച് ദ എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ്. അറ്റോമിക് വെയിറ്റിന്റെ ഓർഡറിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത ആ ശാസ്ത്രജ്ഞന്റെ പേര് മെൻഡലീവ് എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ അറ്റോമിക് നമ്പറിന്റെ ബേസിൽ ആരാണ് അറേഞ്ച് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും അല്ലേ? നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്ത അറ്റോമിക് മാസിനെ ബേസ് ചെയ്താണെങ്കിൽ മെൻഡലീവ് ആണ്, അറ്റോമിക് നമ്പർ ആണെങ്കിൽ വേറൊരാളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തത്, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kg ഓഫ് സോൾവെന്റ് ഈസ് കാൾഡ്. എക്സാക്ട്ലി ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തന്നു. ഞാൻ എന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ തന്നെ അങ്ങ് ചോദിക്കും, ഈ ഡെഫിനിഷൻ തന്നെ എടുത്ത് ചോദിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kg ഓഫ് സോൾവെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 ലിറ്റർ ഓഫ് സോൾവെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും രണ്ടായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഈ 1 kg ഓഫ് സോൾവെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 1 kg ഓഫ് സോൾവെന്റ് ആണെങ്കിൽ എന്താണ്? മൊളാലിറ്റി ആണ്, മാറിപ്പോകരുത്. ലിറ്റർ ആണെങ്കിൽ എന്താണ്? മൊളാരിറ്റി ആണ്. രണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തിരിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ലിറ്റർ എന്ന് പറയുമ്പോൾ 6 ഉണ്ട്. ഈ 6 കണക്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് ഒറ്റ അക്ഷരേ മാറ്റുള്ളൂ അല്ലേ? ലിറ്റർ ആണ് എല്ലാം ഓർക്കരുത്, അത് പറഞ്ഞാൽ പ്രശ്നമാണ്. 6 തന്നെ വെച്ച് ഓർക്കണം. അപ്പോൾ നമുക്കത് രണ്ടിലും കോമൺ ആയിട്ട് വേറെ എവിടെയും അത് വരുന്നില്ല. കെ ജിയിലും ഇല്ല, മൊളാലിറ്റിയിലും ഇല്ല 6 എന്ന് പറയുന്നത്. അപ്പോൾ 6 വെച്ച് ഓർത്തിരിക്കുകയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്.
1 ലിറ്റർ മൊളാലിറ്റി RR ഓർത്തിരിക്കുക, 1 kg മൊളാലിറ്റി ആണെന്നും ഓർത്തിരിക്കുക. 173ാമത്തെ ചോദ്യം, ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോൺസ് ആണുള്ളത്. ആ ന്യൂക്ലിയോൺസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ചേർത്ത് വിളിക്കുന്നത് ന്യൂക്ലിയോൺസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ആറ്റത്തിനകത്തുള്ളത്? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ഈസ് നോൺ ആസ് സോൾട്ട് പീറ്റർ. സോൾട്ട് പീറ്റർ നമ്മൾ പഠിച്ചു, ചില്ലി സോൾട്ട് പീറ്റർ നമ്മൾ പഠിച്ചു അല്ലേ. സോൾട്ട് പീറ്റർ എന്ന് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. സോൾട്ട് പീറ്റർ എന്താണ്? പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി മണക്കുന്നില്ലേ? ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു പണി ഉണ്ടല്ലോ. ആര് നിങ്ങൾ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ചില്ലി സോൾട്ട് പീറ്റർ എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അത് വേറൊരു കെമിക്കലാണ്, ഒരു നൈട്രേറ്റ് തന്നെയാണ്, പക്ഷേ വേറൊരു കെമിക്കലാണ്. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു തരണം. സോൾട്ട് പീറ്റർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ചില്ലി സോൾട്ട് പീറ്റർ എന്താണെന്ന് പറഞ്ഞു തരാം. ഞാനിതൊക്കെ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. 175ാമത്തെ RDX ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസീവ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസീവ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ RDX എന്ന് പറയുന്നത് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസീവ് ആണ് RDX എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, സ്ഫോടക വസ്തുവാണ് അല്ലേ. അപ്പോൾ 26 പഠിച്ചു. വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാം. അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തത് മെൻഡലീവ് ആണ്. 1 കിലോഗ്രാം സോൾവെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് മൊളാലിറ്റി ആണ്. 1 ലിറ്റർ ഓഫ് സോൾവെൻ്റ് ആണെങ്കിൽ അത് മൊളാലിറ്റി ആണ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. അവരെ കൂട്ടിച്ചേർത്ത് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നു. സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്ന പൊട്ടാസ്യം നൈട്രേറ്റ് ആണെങ്കിൽ ചില്ലി സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. RDX എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് എക്സ്പ്ലോസീവ് ആണെന്നും ഓർത്തിരിക്കുക. അടുത്ത സെറ്റിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം, റേഡിയോ ആക്ടിവിറ്റി വാസ് ഡിസ്കവേർഡ് ബൈ. ആരാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്? അദ്ദേഹത്തിന്റെ പേരിൽ ഒരു യൂണിറ്റ് തന്നെ ഉണ്ട് അല്ലേ, ഹെൻറി ബെക്വറൽ. BQ എന്നറിയപ്പെടുന്ന ബെക്വറൽ എന്നറിയപ്പെടുന്ന യൂണിറ്റും എന്തിന്റെ തന്നെയാണ്? റേഡിയോ ആക്ടിവിറ്റിയുടെയാണ്. അതും ചോദിക്കാറുണ്ട് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളിൽ ഒന്നെന്ന് പറയുന്നത്? ക്യൂരിയം എന്ത് തന്നെയാണ്? റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. സോഡിയം ഈസ് കെപ്റ്റ് ഇൻ ദ ലിക്വിഡ്. സോഡിയം എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? മണ്ണെണ്ണയിലാണ് എന്ത് ചെയ്യുന്നത്? സോഡിയം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. 178, കൊറണ്ടം ഈസ് എ മിനറൽ ഓഫ്. കൊറണ്ടം എന്തിൻ്റെ മിനറലാണ്? അലുമിനിയത്തിൻ്റെ മിനറലാണ് ഏതെന്ന് പറയുന്നത്? കൊറണ്ടം എന്ന് പറയുന്നത്. ഇരുമ്പ് അയിരുകളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. മിനറൽസ് ആൻഡ് ഓർസ്, എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, മെറ്റലർജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ കൊറണ്ടം അലുമിനിയം ആണ്. മാർബിൾ ഈസ് എ ഫോം ഓഫ്, എല്ലാവർക്കും അറിയാം എന്താ? കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ CaCO3. മാർബിൾ ആയാലും ചോക്കായാലും മുട്ടയുടെ തോടായാലും എല്ലാം എന്ത് തന്നെയാണ്? CaCO3 ആണ്, കാൽഷ്യം കാർബണേറ്റ് ആണ്. 180ാമത്തെ ചോദ്യം, പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആൻ ആറ്റം ഈസ് പ്രൊപ്പോസ്ഡ് ബൈ PPJJ. അതായിരുന്നില്ലേ നമ്മുടെ കോഡ് PP. പ്ലം പുഡിംഗിലെ PPയും JJയുടെ JJയും. ഈ JJയുടെ ബാക്കി എന്താ? JJ തോംസൺ. പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആൻ ആറ്റം ഈസ് പ്രൊപ്പോസ്ഡ് ബൈ JJ തോംസൺ എന്നും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ 5 ചോദ്യം വീണ്ടും പഠിച്ച് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തൂടെ. റേഡിയോ ആക്ടിവിറ്റി ഹെൻറി ബെക്കറൽ കണ്ടുപിടിച്ചു. സോഡിയം മണ്ണെണ്ണയിലിട്ട് സൂക്ഷിക്കുന്നു. കൊറണ്ടം അലുമിനിയത്തിൻ്റെ മിനറലാണ്. മാർബിൾ, ചോക്ക്, മുട്ടത്തോടെല്ലാം കാൽഷ്യം കാർബണേറ്റ് ആണ്. പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത് JJ തോംസൺ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഫൈനലി അവസാനത്തെ 20 ചോദ്യങ്ങൾ. 181ാമത്തെ ചോദ്യം, ഡ്യൂട്ടീരിയം ഈസ് ആൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഡ്യൂട്ടീരിയം എന്താണ്? ഹൈഡ്രജൻ ഐസോട്ടോപ്പ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടിയം, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് ട്രിഷ്യം. ഇനിയിപ്പോൾ ഡ്യൂട്ടീരിയത്തിനെ വെച്ച് എന്ത് ചോദിക്കുന്നു നോക്കിയപ്പോഴായിരിക്കും അവർക്ക് തോന്നിയിട്ടുണ്ടാവുക ഇങ്ങനെ ചോദിച്ചേക്കാം എന്നുള്ളത്. അങ്ങനെ അവർ ചോദിച്ചാണ്. പക്ഷേ ഇത് കൺഫ്യൂസിംഗ് ആണ്. ഓപ്ഷനിൽ ചിലപ്പോൾ ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ നമ്മൾ ആ കൺഫ്യൂഷൻ അടിക്കും. ആവരുത്. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകൾ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. 182, അലുമിനിയം ഈസ് ടു ബോക്സൈറ്റ് ആസ് അയൺ ഈസ് ടു. അലുമിനിയം ബോക്സൈറ്റും അയൺ ആണെങ്കിൽ അങ്ങനെ എന്താണെന്നുള്ളത് റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പോലെയാണ്. പക്ഷേ വെച്ചിരിക്കുന്നത് GKയുടെ അറിവുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ്. നമുക്കിങ്ങനെ കാണാറില്ലേ, അലുമിനിയം, ബോക്സൈറ്റ്, അങ്ങനെയാണെങ്കിൽ അയൺ എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഏത് വേണേലും നിങ്ങൾക്ക് പറയാം. ഹേമറ്റൈറ്റ് പറയാം, മാഗ്നറ്റൈറ്റ് പറയാം. അയണിൻ്റെ ഏത് ഓർ വേണേലും പറയാം. ഹാമറ്റൈറ്റോ മാഗ്നറ്റൈറ്റോ. ഇവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഹേമറ്റൈറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും നമുക്ക് അടുത്ത സ്ലൈഡിൽ ആൻസർ നോക്കുമ്പോൾ പറയാം. ഹേമറ്റൈറ്റോ മാഗ്നറ്റൈറ്റോ ഏതോ ഒന്ന്. എന്തായാലും അതിൽ രണ്ടും എന്താണ്? ആൻസർ തന്നെയാണ്. ഓപ്ഷനുള്ളത് എന്ത് ചെയ്യുക? പിക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വാട്ട് ഈസ് ദ സോൾവെന്റ് ഓഫ് ഗോൾഡ്? കണ്ടോ, കളി വീണ്ടും തിരിച്ചു വരുന്നുണ്ടോ? അക്വാറീജിയ നമ്മൾ പഠിച്ചാണല്ലോ. അക്വാറീജിയയിൽ ആസിഡ്സിൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. രാജകീയ ദ്രവം, റോയൽ ലിക്വിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. സ്വർണ്ണം അലിയുന്ന, നോബിൾ മെറ്റൽസ് അലിയുന്ന സോൾവെന്റ് ആണ് ഇതെന്ന് പറയുന്നത് അക്വാറീജിയ എന്ന് പറയുന്നത്. 184ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ക്രിസ്റ്റൽ ഫോം ഓഫ് കാർബൺ? കാർബൺ ആരുണ്ട്? ഒരു ക്രിസ്റ്റൽ ഫോം ഉണ്ട് അല്ലേ. കരിഞ്ഞ് കട്ടിയായിരിക്കുന്ന കാർബണിന് ആരുണ്ട്? ഒരു ക്രിസ്റ്റൽ ഫോം ഉണ്ട്. നല്ല സുന്ദരകുട്ടപ്പനായിട്ടുള്ള ഡയമണ്ട് ആണ് ഇതെന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫോം ഓഫ് കാർബൺ എന്ന് പറയുന്നത്. അടുത്ത 185, വെൻ നാച്ചുറൽ റബ്ബർ ഈസ് ഹീറ്റഡ് വിത്ത് സൾഫർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആർ ചേഞ്ച്ഡ്. 185ാമത്തെ ചോദ്യം, നാച്ചുറൽ റബ്ബറിനെ സൾഫറുമായിട്ട് ഹീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറി. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിനെ
നമ്മൾ എന്ത് വിളിക്കുന്നു? നാച്ചുറൽ റബ്ബറിനെ സൾഫറുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് എന്താണ്? വൾക്കനൈസേഷൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ആണ്. അലുമിനിയം എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണെങ്കിൽ, അലുമിനിയത്തിൻ്റെ ഓർ ബോക്സൈറ്റ് ആണെങ്കിൽ അയണിൻ്റെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. ഗോൾഡിൻ്റെ സോൾവെൻ്റ് എന്ന് പറയുന്ന അക്വാറീജി ആണ്. കാർബണിൻ്റെ ക്രിസ്റ്റൽ ഫോം ഡയമണ്ട് ആണ്. ഞാൻ ഈ കരിക്കട്ടിയായിരിക്കുന്ന കാർബണിന് സുന്ദരക്കുട്ടപ്പനായിട്ടുള്ള ഡയമണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് കറുപ്പിന് അഴകില്ല അല്ലെങ്കിൽ ഡയമണ്ടിനാണ് അഴകുള്ള ആ ഒരു അർത്ഥത്തിലൊന്നും അല്ല കേട്ടോ. ഇനി അങ്ങനെയൊന്നും നിങ്ങളത് കേട്ട് വായിച്ചെടുക്കരുത്. എല്ലാ കളറിനും ഭംഗിയുണ്ട്, എല്ലാത്തിനും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് പലപ്പോഴും ഇപ്പോൾ പേടിയാണ് ഏത് രീതിയിലാണ് എവിടെയാണ് നെഗറ്റീവ് അടിക്കുക എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ താഴെ വന്ന് എന്താ പറയുക ആ കമൻറ്റുകൾ അങ്ങനെ ഇടുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് കാണുമ്പോൾ ഒരു വിഷമാണ്. അത് നമ്മൾ ഈ പറഞ്ഞത് ഈ രീതിയിലാണല്ലോ ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെട്ടേ എന്ന് ആലോചിക്കുമ്പോഴൊരു വിഷമം. കാരണം നമ്മൾ ആലോചിച്ചതോ നമ്മൾ പറഞ്ഞതും അവരാ പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അതിന് പോലൊരു ചാൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഒന്നുകൂടി എടുത്തു പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ എത്രയും ഓർത്തിരുന്നാൽ മതി, കാർബണിൻ്റെ ക്രിസ്റ്റൽ ഫോം എന്ന് പറയുന്ന ഡയമണ്ടാണ്. ഞാൻ ജസ്റ്റ് ആ പറഞ്ഞപ്പോൾ ഒരു പ്രാസത്തിലങ്ങ് പറഞ്ഞെന്നുള്ളതിൽ വേറെ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. 185ാമത്തെ ചോദ്യം, നാച്ചുറൽ ആയിട്ടുള്ള റബ്ബറിനെ സൾഫറിൻ്റെ കൂടെ കൂട്ടി അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറ്റി ഒന്നുകൂടി കുട്ടപ്പനാക്കി ഒന്നുകൂടി സ്ട്രോങ് ആക്കി ആ ഇന്റർലിങ്ക്ഡ് ബോണ്ടിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ, അങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? വൾക്കനൈസേഷൻ എന്ന് പറയുന്നു. 35+1 36 ചോദ്യങ്ങൾ കഴിഞ്ഞു. 186ാമത്തെ ചോദ്യം, ദ എലമെന്റ് നമ്പർ 100 ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഈസ് നെയിംഡ് ആഫ്റ്റർ. 100ാമത്തെ എലമെന്റ് ഞാൻ സ്പെഷ്യലി ആ ടേബിൾ തന്നിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞൊരു എലമെന്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? 100ാമത്തെ എലമെന്റ് ഏതാണ് എന്നുള്ളത് അല്ലേ. കുറേ എലമെന്റ്സുകൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു. അതിൽ ഞാൻ പ്രധാനമായും പഠിച്ചിരിക്കേണ്ടത് ഐൻസ്റ്റീനത്തിൻ്റെ നമ്പർ പഠിക്കാൻ, അതുപോലെ കുറച്ചൊരു 10-20 ഞാൻ അതിനകത്ത് എലമെന്റ്സ് മൊത്തം തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഞാൻ പീരിയോഡിക് ടേബിൾ പഠിക്കാൻ പറഞ്ഞ ഒന്നാണ് 100ാമത്തെ എലമെന്റ് എന്താണ് പേരെന്നുള്ളത്. ഫെർമിയമാണ്, അല്ലെങ്കിൽ ആരുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്? ഫെർമിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. എങ്ങനെ വെണ്ടടിച്ചപ്പോൾ മാറിപ്പോയതാണ്. 187ാമത്തെ ചോദ്യം, വാട്ട് ഈസ് കോമൺലി യൂസ്ഡ് നെയിം ഓഫ് ഡൈല്യൂട്ട് അസറ്റിക് ആസിഡ്? എന്താണ് അസറ്റിക് ആസിഡ്? എല്ലാവർക്കും അറിയാം, ചീള് പരിപാടി, വിനാഗിരി അല്ലേ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ആസിഡ് വിനാഗിരി. 188, ദ സയന്റിസ്റ്റ് ഹൂ ഫൗണ്ട് ദ റയർ ഗ്യാസസ്. നിയോണും ക്രിപ്റ്റോണും സെനോണും കണ്ടുപിടിച്ച നമ്മൾ പറഞ്ഞാണ് വില്യം നെക്സേ എന്നറിയപ്പെടുന്ന റാംസേ നെക്സേ എന്ന് ഓർത്തു വയ്ക്കാൻ ഞാൻ നിങ്ങളോടൊക്കെ റൈം ചെയ്ത് പഠിക്കാനൊക്കെ പറഞ്ഞിരുന്നതാണ് അല്ലേ. വില്യം റാംസേ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? റയർ ഗ്യാസസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദ കളർ ഓഫ് അയൺ സൾഫേറ്റ് ഈസ്, അയൺ സൾഫേറ്റിന്റെ അല്ലെങ്കിൽ ഫെറസ് സൾഫേറ്റിന്റെ കളർ എന്താ? ഗ്രീൻ ആണ്. CuSO4 കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താ? ബ്ലൂ ആണ് അല്ലേ, ഗ്രീനിഷ് ബ്ലൂ ആണ്. ഇതൊക്കെ ഓർക്കാൻ നമ്മൾ പറഞ്ഞാണ്, ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. 190, ബോഡോ മിക്സർ ഈസ് മെയ്ഡ് ബൈ മിക്സിംഗ് ലൈം വാട്ടർ വിത്ത്. യു സ്പീക്ക് ഓഫ് ദ ഡെവിൾ എന്താ പറയുക? അങ്ങനെ എത്തിയത് കോപ്പർ സൾഫേറ്റിനെ പറ്റി പറഞ്ഞേ ഉള്ളൂ. ലൈം വാട്ടറിൽ എന്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡോ മിക്സർ ഉണ്ടാക്കുന്നത്? ഫംഗിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന, അങ്ങനെയും ചോദിക്കാറുണ്ട്. ബോഡോ മിക്സർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫംഗിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബോഡോ മിക്സർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ലൈം വാട്ടറും കോപ്പർ സൾഫേറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തൂടെ? 100ാമത്തെ എലമെന്റ് ഫെർമി. മനുഷ്യൻ ആദ്യമായി ഉപയോഗിക്കുന്ന ആസിഡ് ഡൈല്യൂട്ട് അസിറ്റിക് ആസിഡിന്റെ മറ്റൊരു പേര് വിനാഗിരി. റയർ ഗ്യാസസ് ആയിട്ടുള്ള നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. കണ്ടുപിടിച്ചത് വില്യം റാംസേ. അയൺ സൾഫേറ്റ് അല്ലെങ്കിൽ ഫെറസ് സൾഫേറ്റ് ഗ്രീൻ ആണ്. ഫംഗിസൈഡായി ഉപയോഗിക്കുന്ന ബോഡോ മിക്സർ ലൈം വാട്ടറായിട്ട് മിക്സ് ചെയ്ത് ഫംഗിസൈഡായിട്ട് യൂസ് ചെയ്യുന്ന ബോഡോ മിക്സർ ഉണ്ടാക്കുന്നത് ലൈം വാട്ടറും കോപ്പർ സൾഫേറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അവസാനത്തെ 10 ചോദ്യങ്ങൾ, ദ കുക്കിംഗ് ഗ്യാസ് യൂസ്ഡ് ഇൻ അവർ ഹോമീസ് അല്ലെങ്കിൽ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് LPG. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതല്ലേ LPG ഗ്യാസ് സിലിണ്ടർ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അതേതാണ്? അത് ബ്യൂട്ടെയിൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 192, മോളിക്കുലാർ ഫോർമുല ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവസാനത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഒരു ടേബിൾ തന്ന് വീണ്ടും പഠിക്കാൻ പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ ആ ഒരു മോളിക്കുലാർ ഫോർമുലകളിൽ ഒന്നാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല എന്താണെന്ന് പറയുന്നത്? CaSO4 0.5 H2O അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും, half H2 എന്നുണ്ടാവും എന്ന് പറഞ്ഞ് ഓർക്കാൻ പറഞ്ഞതാണ്. 193, വിച്ച് ഫ്ലേവറിംഗ് ഏജന്റ് ഈസ് യൂസ്ഡ് ഇൻ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്. ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ സിമ്പിളായിട്ട് പറയും അജീനോമോട്ടോ. പക്ഷേ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന അജീനോമോട്ടോ അല്ല, ഇതിൻ്റെ കെമിക്കൽ നെയിം ആയിട്ടുള്ള മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആയിരുന്നു. രണ്ടും ഓർത്തിരിക്കുക, ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അജീനോമോട്ടോ ഈസ് കെമിക്കലി ഡാഷ് എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ടാണ്, ഒരു ഉപ്പാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ അജീനോമോട്ടോ എന്ന് പറയുന്നത്. 194, വിനിഗർ ഈസ് അസിഡിക് നേച്ചർ ബിക്കോസ് ദ പ്രസൻസ് ഓഫ്. അങ്ങോട്ടും മാറ്റി ചോദിക്കുന്നു. വിനിഗർ അസിഡിക് ആവണമെങ്കിൽ എന്താ അതിനകത്തുണ്ട്? അതിനകത്ത് അസറ്റിക് ആസിഡ് ഉണ്ട് അല്ലേ. 195, ഹാർഡസ്റ്റ് നാച്ചുറൽ ഒക്കറിംഗ് സബ്സ്റ്റൻസ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തിയേറിയ സബ്സ്റ്റൻസ് ഏതാണ്? നമ്മുടെ ക്രിസ്റ്റൽ ഫോം ഓഫ് കാർബൺ ആയിട്ടുള്ള ഡയമണ്ട് ആണ് എന്നും കൂടി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ കുറ്റിയിൽ നിറച്ചിരിക്കുന്നത് ബ്യൂട്ടൈൻ. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോർമുല CaSO4 half H2O. അജിനോമോട്ടോയുടെ ഫോർമുല മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. വിനിഗർ എന്ന് പറയുന്നത്
പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്. ഹാർഡസ്റ്റ് നാച്ചുറൽ ഒക്കറിംഗ് സബ്സ്റ്റൻസ് ഡയമണ്ട് ആണ്. ഗ്ലാസ് കട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഡയമണ്ട് ആണ്. ക്രിസ്റ്റൽ ഫോം ഓഫ് കാർബൺ എന്താണ്? ഡയമണ്ട് ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത സെറ്റ്, ഗ്ലാസ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്ന എന്താണ് എന്നായിരുന്നു ഏതോ ഒരു ക്ലാസ്സിൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അതിവിടെ തിരിച്ചിട്ടു, കാരണമൊക്കെ നമ്മളവിടെ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്ന എന്താണ്? ഗ്ലാസ് ആണ്. 197 ബോത്ത് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ആർ ദ ഫോംസ് ഓഫ് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. ആരാണ്? ഗ്രാഫൈറ്റ് ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും ആരാണ്? കാർബണിൽ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. 198 ദ ഓൺലി എലമെന്റ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് ന്യൂട്രോൺസ് ഇൻ ഇറ്റ്സ് ആറ്റം ഈസ്, ന്യൂട്രോണുകൾ ഇല്ലാത്ത ഒരേ ഒരു ആറ്റം ഏതാണ്? അത് നമ്മുടെ ഹൈഡ്രജൻ ആണ് എന്നും കൂടി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഹൈഡ്രജനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞാണല്ലേ, ഹൈഡ്രജൻ ആരില്ല? ന്യൂട്രോൺ ഇല്ല, പ്രോട്ടോണും ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. അതോടുകൂടി അവിടുത്തെ പരിപാടി അവസാനിച്ചു. 199 പീരിയോഡിക് ടേബിൾ ഇസ് ദ ടേബിൾ ദാറ്റ് കണ്ടെയ്ൻ, കഴിഞ്ഞ വർഷം RRB NTPCക്ക് എങ്ങാണ്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. എന്താണ് പീരിയോഡിക് ടേബിളിലുള്ളത് എന്നുള്ളതാണ്. ചക്കയാണോ? അല്ല. മാങ്ങയാണോ? അല്ല. പിന്നെ എന്താണുള്ളത്? പീരിയോഡിക് ടേബിളിനകത്ത് മൂലകങ്ങളാണുള്ളത് അല്ലെ, എലമെന്റ്സ് ആണുള്ളത്. പീരിയോഡിക് ടേബിൾ എന്താ ഉള്ളത്? ദാറ്റ് കണ്ടെയ്ൻസ് എലമെന്റ്സ്. 200ാമത്തെ ചോദ്യം, ദ കിങ് ഓഫ് കെമിക്കൽസ് ഈസ്, ഞാൻ പറയില്ല, നിങ്ങൾ പറയണം, കാരണം അത്രയും തവണ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓയിൽ ഓഫ് വിട്രിയോൾ, കെമിക്കലുകളുടെ രാജാവ്, രാസവസ്തുക്കളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ആരായിരുന്നു? കോട്ടെ, പറയാതെ പോയാൽ എനിക്കൊരു എൻഡ് കിട്ടില്ല. H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്ന ഗ്യാസ് ആണ്. ഡയമണ്ടും ഗ്രാഫൈറ്റും കാർബണിന്റെ ഫോംസ് ആണ്. ന്യൂട്രോൺസ് ഇല്ലാത്തത് ഹൈഡ്രജൻ ആണ്. പീരിയോഡിക് ടേബിളിലുള്ളത് എലമെന്റ്സ് ആണ്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ വീണ്ടും പഠിച്ച് 50 ചോദ്യങ്ങൾ, 200 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കെമിസ്ട്രി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ ചോദ്യങ്ങൾ സംസാരിക്കുന്നുള്ളതേ ഉള്ളൂ. സോ RRB SSC ഒപ്പം തന്നെ കേരള PSC പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ആ കംപ്ലീറ്റ് കെമിസ്ട്രി ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കെമിസ്ട്രിന്ന് എനിക്ക് വാട്സപ്പിൽ 8891489498 എന്ന് പറയുന്ന നമ്പറിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെന്താ, ഈ ചോദ്യങ്ങളിൽ ഇനി ഒരു ക്ലാസ് കൂടി ബാക്കിയുണ്ട്. 200 ചോദ്യങ്ങൾ നമ്മൾ സംസാരിച്ചു. 200 to 250 കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടാ പറയുന്നത് 250 ഞാൻ നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ഫേവർ ചോദിച്ചിരുന്നു. അതേ ഫേവർ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. നമുക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷൻസിലൂടെ കയറി പോകുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അല്ലെങ്കിൽ ബേസിക്കലി അറിവ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും അല്ലെങ്കിൽ അറിവ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും നമ്മുടെ കമൻറ്റ് സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ ക്ലാസ്സിൽ അധികം ആരും അങ്ങനെ ഇട്ട് കണ്ടില്ല. ഒരുപാട് പേര് കണ്ടു, പക്ഷേ ഒരുപാട് പേര് കണ്ടു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന വ്യൂസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ കണ്ടു. പക്ഷേ ആരും അങ്ങനെ കമൻറ്റ് ഇട്ട് കണ്ടില്ല. ഞാൻ നിങ്ങളുടെ ആരും അവസാനം വരെ എത്തിയിട്ടുണ്ടാവില്ലായിരിക്കാം. ഒരു പക്ഷേ പാതിയൊക്കെ എത്തിയപ്പോൾ തന്നെ ബോറടിച്ച് ഇയാളെ നിന്ന് തേങ്ങ പറയുന്ന പറഞ്ഞ് എത്തിപ്പോയിട്ടുണ്ടാവാം, കുഴപ്പമില്ല. എങ്കിലും നിങ്ങൾ ഈ അവസാനം വരെ എത്തുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള എൻ്റെ പിള്ളേരെ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച അതേ കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു ചോദ്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ആൻസർ പോസ്റ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ ചോദ്യം മാത്രം, നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന, നിങ്ങൾക്ക് നല്ലൊരു ചോദ്യമാണെന്ന് തോന്നുന്ന, നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. മറ്റുള്ളവരത് ആൻസർ ചെയ്യട്ടെ, അതിലൂടെ ആളുകൾ വായിക്കട്ടെ, അറിയട്ടെ. ആ ചോദ്യമൊക്കെ ആയിരിക്കും നമ്മളൊരു ചോദ്യം ഇടുമ്പോൾ നമ്മളൊപ്പം വായിക്കുന്ന ബാക്കിയുള്ളവരിട്ട 4-5 ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും നമ്മുടെ എക്സാം ഹാളിൽ നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ചോദ്യങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെ എന്താ പറയുക, അറിവ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വളരാം. അപ്പോൾ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫേവർ ഞാൻ ഈ ക്ലാസ്സിലും തിരിച്ച് ചോദിക്കുകയാണ്. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം നിങ്ങൾ എനിക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് തരണം. ബാക്കിയുള്ളവർ അതിന് ആൻസർ പറയട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചത്. പറയേണ്ടതെല്ലാം പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ 200 മുതൽ 250 വരെയുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇത്രയും നേരം കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.